ഹായ് ഫ്രണ്ട്സ്, ഫിഷിംഗ് സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയൊരു പ്രോഗ്രാമായിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് കണ്ടില്ലേ, ഡ്രം കണ്ടില്ലേ, നമ്മളൊരു വള്ളം പുതിയതായിട്ട് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം അപ്പോഴേക്കും മഴയൊക്കെ മാറി വെള്ളം ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൊല്ലം ഇപ്പോൾ മഴ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം പുതിയതായിട്ട് നമുക്കൊരു നല്ലൊരു അടിപൊളി വള്ളം നമുക്ക് ഇറക്കണം. അതിന് നമുക്ക് കുറച്ച് ഫിഷിങ്ങും ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു 2 ഡ്രം നമ്മൾ 2 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡ്രമ്മിന് ഒരു സാധാരണ ഒരു 850 ഇവിടെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് പോയി മേടിച്ചിട്ട് നമുക്ക് അതിന് വില കുറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് പൊളിച്ച് സെറ്റ് ചെയ്യണം, അതിന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ ചെയ്യണമെന്നുള്ളത്. ഹായ്, അപ്പോൾ നമ്മളിത് ഡ്രമ്മ് നന്നായിട്ട് ഇത് മുറിച്ച് കണ്ടത് അടി വരെ മുറിച്ച് കണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടി മുറിച്ച് പീസ് മാറ്റുള്ള കാരണം അത് ചൂടാക്കിയിട്ട് വളച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്ര കൂടി ഉറപ്പ് കിട്ടും. മറ്റേ സ്ക്രൂ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് മുറിച്ച് പീസൊക്കെ കണ്ടത് വളച്ച് കണ്ട് വെള്ളം തൊട്ട് ചൂടാക്കി വളച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പീസ് കൂടി ഒറ്റയ്ക്ക് ഒരു പീസ് പോലത്തെ ഇവിടെ വെക്കും. ഫ്രണ്ടിൽ മൂല വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പണി കൂടി ചെയ്യണം. ഫ്രെയിമൊക്കെ സൈഡിൽ നമ്മൾ പട്ടിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് ഫൈബർ ചെയ്തിട്ട് നമ്മൾ ഇറക്കാനുള്ള ഐഡിയ ആണ്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രമ്മൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഇത് സെൻറ്റർ പീസാണ് ഒരു നമ്മൾ കണ്ടില്ല മടക്കെടുത്ത്. ഇനി ഇതൊന്ന് ഡ്രില്ല് ചെയ്ത് നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും സ്ക്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പുറത്ത് ഇതാ ആ നെറ്റിൻ്റെ ഭാഗമായാ നെറ്റിൻ്റെ വലിപ്പത്തിലാണ്. അപ്പം നെറ്റ് എന്തായാലും വലിപ്പത്തിൽ കണ്ടില്ലേ, നെറ്റിൻ്റെ വലിപ്പത്തിലാണ് ഓട്ടോ സെറ്റാക്കണം. ഇനി തിരിച്ച് കയറ്റാവുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഓട്ടോ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റാക്കാം. ഓക്കെ, കണ്ടോ അത് നെറ്റിൻ്റെ വലിപ്പം കണ്ടില്ലേ, 1.5 ഇഞ്ചിൻ്റെ നെറ്റാണ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, മതി. അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ഇപ്പോൾ ഡ്രമ്മൊക്കെ കൂട്ടി 3 ഡ്രമ്മോട് കൂട്ടി നല്ല നീളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി വഞ്ചിയുടെ നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് ചെയ്യണത്. നമ്മൾ നോക്കണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കട്ട് ചെയ്ത് കൂട്ടാനിട്ടാണ് മുനപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വഞ്ചിയുടെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്യാത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഫ്രണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ല, അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസിന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നമ്മളിത് ചൂടാക്കിയിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കുട്ടി വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. നമ്മൾ ചൂടാക്കിയിട്ട് വളച്ചിട്ട് വേണം ഇനി അത് സ്ക്രൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വളഞ്ഞുണ്ടില്ലേ, വഞ്ചിയുടെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചൂടാക്കിയിട്ട് ഇനി അത് അമർത്താണ് ചെയ്യണം നമ്മൾ. അടുത്ത സ്ക്രൂ അപ്പോൾ നമ്മളിതൊക്കെ ഫ്രണ്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 5 സ്ക്രൂ ഇവിടെ ചെയ്ത് നല്ല ഓക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയതായിട്ടൊന്ന് വീർപ്പിക്കണം. അപ്പോൾ അതിന് ചൂടാക്കിയിട്ട് നമുക്ക് ഉണ്ടല്ലോ, ഇവിടെ തീയാണ് ചൂടാക്കിയിട്ട് ഒന്ന് തള്ളിയിട്ടൊന്ന് ഒരു മുഴപ്പിട്ടാക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ വിരിച്ചിൽ കിട്ടും. പൊട്ടൽ കുറച്ച് മാറ്റി കിടക്കാം. ഇനി മാറില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മൾ മോന പിടിപ്പിക്കുക കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ഒരു സ്ക്രൂ ചെയ്ത് നമ്മൾ സെൻറ്റർ സ്ക്രൂ ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നേരെ വെച്ച് അടിയിൽ സ്ക്രൂ ചെയ്യും, അങ്ങോട്ട് നീങ്ങാതിരിക്കണം. അപ്പോൾ നമ്മൾ പട്ടികൻ്റെ സൈഡിൽ അടിക്കേണ്ട പട്ടികൾ, അതായത് നമ്മൾ ആ വഞ്ചിയുടെ സൈഡിൽ അടിക്കേണ്ടത് പട്ടികൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന്
പോളിഷ് ചെയ്തിട്ട് കിടക്കണം. കാരണം വെച്ചാൽ ഇതിൽ ഇപ്പം നമ്മൾ ഫൈബർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫൈബർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പൊടികൾ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് മിനുസായിട്ട് അതിൻ്റെ അഴുക്കുകൾ കളഞ്ഞ് നല്ല മിനുസായാലും ഫൈബർ പിടിക്കുള്ളൂ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യാണ്. ഇതാ നമ്മുടെ ബോട്ട് കണ്ടില്ലേ, നമ്മളിപ്പോൾ എല്ലാം സ്ക്രൂ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിലേക്കുള്ള പട്ടികയാണ് അടിക്കണേ. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം ഫസ്റ്റ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഫൈബർ ചെയ്യും. അപ്പോൾ ആ ഫൈബർ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പശ കോണി പിടിക്കുമ്പോൾ കറക്റ്റ് സെറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്യണേ. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും പട്ടിക അടിക്കുന്ന നോക്കാം. അപ്പോൾ നമ്മുടെ പട്ടിക നമ്മൾ ഇങ്ങനെയാണ് വെക്കണം, സെറ്റ് ചെയ്യണേ. അപ്പോൾ പട്ടികയുടെ ഒപ്പത്തിന് അത് ബലത്തിലിരുന്നോളും. പിന്നെ പട്ടിക വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ കട്ട് ചെയ്ത് പട്ടികയുടെ ഒരേ ലെവലാക്കിയിട്ടുണ്ട് കണ്ടാ ഇല്ല. അപ്പം ഇനി ഇവിടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണ്ട ലെവലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത് കറക്റ്റ് ഇതിൽ കയറി ഇരുന്നോളൂ. പ്ലാസ്റ്റിക് ഇരിക്കും അപ്പുറത്ത് മാത്രം. അപ്പോൾ നമ്മുടെ വഞ്ചിയുടെ പട്ടിക സൈഡിൽ കൈവരിയുടെ സൈഡ് പട്ടികയൊക്കെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ PVC നമുക്ക് രണ്ട് സൈഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ട ചെയ്തത് എല്ലാം ഓക്കെ ആയിട്ട് ഇതിനെ കൂടുതലായിട്ട് നമ്മൾ തള്ളി നിൽക്കുന്നുണ്ട് കണ്ട. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയണം, കണ്ടിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട്. ഉണ്ടാകും ഇത്ര പണി ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു ദിവസം വെള്ളത്തിൽ ഇടാവുന്ന റെഡി ആയിട്ട്. പക്ഷെ എന്നാലും നമുക്ക് മറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ ഇതുപോലെ സൈഡിൽ PVC 4-5 PVC ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ PVC നമ്മുടെ ബോട്ടിൻ്റെ സ്ക്രൂളൊക്കെ നമ്മൾ കട്ട് ചെയ്തൊന്ന് ഉരച്ച് കണ്ട ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ട. ഇന്ന് നമ്മൾ അരത്തോട്ടൊക്കെ ഉരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് MCL കണ്ടില്ലേ, MCL വാങ്ങി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മേടിച്ചതാണ് 2-3 പാക്കറ്റ് മേടിക്കുന്നത്. നമ്മുടെ ഈ സൈഡിൽ ജോയിൻ്റ് ഉണ്ട്, നമ്മുടെ ജോയിൻറ്റിൽ ലീക്ക് വരാതിരിക്കാൻ കണ്ട ഈ ചെറിയ ഹോളുണ്ട്. അപ്പോൾ ഇതിലൊന്ന് MCL തേച്ച് കൊടുക്കണം. അത് നമുക്ക് തേക്കാം എന്തായാലും കണ്ട. എൻ്റെ പേരാണ് വെക്കണേ. നമ്മുടെ MCL നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ. MCL കണ്ടില്ല നമ്മൾ ഇങ്ങനെ വെച്ചാണ് കണ്ടോ. MCL ഈ ഒരു എഡ്ജിലും തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ ഉള്ളിൽ നിന്ന് ഓട്ട അടച്ചിട്ടുണ്ട്. ഉള്ളിൽ ഏറ്റവും അടിയിലാണ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായത്, അതൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് കണ്ടില്ലേ. ആവശ്യപ്പെട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇരിക്കാനുള്ള പലകയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്യണം കേട്ടോ ഫസ്റ്റ്. ഇനി ആ ഒരളവിൽ നമുക്ക് എന്തായാലും അത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കഴിഞ്ഞിട്ട് ഫൈബർ ചെയ്യാനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് പോളിഷ് ചെയ്യണത്. ഫൈബർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ 4 പലകയാണ് എടുത്താണ്, 4 ഷീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യാനായിട്ട് സെൽഫ് സ്ക്രൂ ആണ് സ്ക്രൂ ചെയ്യണം. അപ്പോൾ അതൊന്ന് അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് ഒന്ന് ഇറങ്ങിയിരിക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യണം മോൾ ഭാഗം. ഈ ഒരു ഹോൾ ഇടുന്നത് വെച്ചാൽ നമ്മുടെ ചൂണ്ട നമുക്കവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോരി ഇടണമെങ്കിൽ തന്നെ നമുക്ക് ആ സ്റ്റിക്ക് ഒന്ന് കണ്ടില്ല ഇതുപോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ ഇട്ടാണ്. ഒരു ഹോൾ ഇടണുള്ളൂ. അപ്പോൾ അധികം ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പലകയുടെ ബലം കുറയും. അപ്പോൾ നമ്മൾ എന്തായാലും സെൻറ്ററായിട്ട് നമുക്ക് ചൂണ്ട എപ്പോഴും വെക്കാനായിട്ട് ഭാഗത്തിന് ഒരു ഹോൾ ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വഞ്ചിയുടെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ PVC ആണ് അടിക്കുന്നത്. PVC നമ്മൾ കടയിൽ വാങ്ങിച്ച് 2 സൈഡ് എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് പശ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാമ്പ് ഇട്ടാണ് പിടിപ്പിക്കുന്നത്. നമ്മൾ സൈഡിൽ ഇത് സ്ക്രൂ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ 1 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് യൂസ് ചെയ്യണേ. നമ്മൾ ക്ലാമ്പിന് ഷീറ്റിന് കളക്കുമ്പോൾ ഓവറായിട്ട് ഓട്ടം ഇല്ലാത്തതിൻ്റെ ആവശ്യമില്ല. കാരണം ബില്ല് ഓവറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓട്ട വേഗം ബിൽഡായി പോവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് സ്ക്രൂവിൻ്റെ ആയിട്ട് നമ്മൾ കൈ കൊണ്ട് തിരിച്ച് കയറ്റാവുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നെറ്റിട്ട് മുറുക്കാണ് ചെയ്യണം അപ്പുറത്തുനിന്ന്. അപ്പം നമ്മൾ ഇതിൻ്റെ തുഴ ഉണ്ടാക്കാൻ പോകണം. തുഴ എന്ന് വെച്ചാൽ നമ്മൾ പങ്കായ എന്നൊക്കെ പറയും, തുഴ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു മോഡലിൽ കണ്ടു വരച്ചെടുത്ത് അത് വെട്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ പങ്കായ നമ്മളിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മളൊരു പട്ടികയാണ് എടുത്താണ്. പട്ടിക എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആണ്, എന്നാൽ വീതിയും കുറവുള്ള പട്ടികയാണ്, കുറച്ച് കനമുള്ളതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അടയപ്പെടുത്തിയിട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ ആണ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 3-4 സെൽഫ് സ്ക്രൂ ആണ് നമ്മൾ അടിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഇപ്പോൾ നമ്മൾ സെൽഫ് സ്ക്രൂ ഒരു 3-4 വെക്കണേ. അപ്പോൾ നമ്മുടെ അതിന് ഒരു ബലം ഉള്ള പോലെ നമുക്ക് ബലം കൊടുക്കുമ്പോൾ അതിന് വളയാനോ അങ്ങനെ ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ തുഴയാനുള്ളതാണല്ലോ. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി നീളം നിൽക്കുന്ന ബാക്കി നമുക്ക് പാകത്തിനുള്ള അളവ് ലെങ്ത്താക്കി എടുക്കുക അത്രേ ഉള്ളൂ. നമ്മൾ ഇരുന്ന് നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആകുമ്പോൾ എന്തോരം നീളം വേണം ആ ഒരു ഇത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടിലൊരു ബോക്സ് പോലെ ഉണ്ട്. നമ്മുടെ ഈ ഫ്രണ്ട് കൂട്ടിയ ആ ഭാഗത്ത് നമ്മൾ നിർമ്മിച്ച PVCയുടെ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോർഷനാണ് നമ്മൾ വെച്ച് സെൽഫ് സ്ക്രൂ ചെയ്യണേ. ബാക്കി എക്സ്ട്രാ കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമുക്ക് മീൻ ഇടാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ എല്ലാ പ്രോഗ്രാമും, അതായത് വള്ളത്തെ ഫുൾ പണി നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് മറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയുടെ ഫുൾ പണി ഇനി വേണമെങ്കിൽ വെള്ളത്തിലെടുക്കാം. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് മൊത്തം ഫൈബർ ചെയ്യാനാണ് പോണത്, ഫൈബർ. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ PVC വെച്ചാണൊന്നും കാണാത്ത രീതിയിൽ മൂടിക്കളഞ്ഞ് ഒറിജിനൽ നല്ല ഫുൾ ഫൈബറിൻ്റെ ഒരു വഞ്ചി വള്ളത്തിൻ്റെ പോലെ ആക്കാനുള്ള ഐഡിയയിൽ മൊത്തം ഫൈബർ ഇത് കളയാൻ പോകുന്നു. അപ്പോൾ ഫൈബർ ചെയ്യുമ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ഇത് നമ്മുടെ പണി കഴിച്ചിട്ടുണ്ട് ഇത്രയും വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് പണി കഴിക്കുന്നതും ഇത് ഫൈബർ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഇതിലിപ്പോൾ സാധാരണ ഫൈബർ ചെയ്യാത്ത രീതിയിലുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കാണുമ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.